ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ് എഞ്ചിനീയർ സിവിലിന് വേണ്ടി ആവശ്യമായിട്ടുള്ള, അതായത് KSEBയുടെ സബ് എഞ്ചിനീയർ സിവിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ഈ എക്സാമിന് ആവശ്യമായിട്ടുള്ള മോസിന്റെ കുറച്ച് മെക്കാനിക്സ് സോളിഡ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒത്തിരി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആവശ്യമില്ല. എന്നിരുന്നാലും നമുക്ക് ഡിപ്ലോമ ലെവലാണെന്ന് പറഞ്ഞ് ഒത്തിരി അങ്ങ് ബേസിക് ലെവൽ പഠിക്കണം എന്നല്ല. സോ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഏകദേശം നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ സോളിഡ് മെക്കാനിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് കൺസെപ്റ്റ് വൈസ് ചെയ്യാം എന്നുള്ളൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ആൻസർ അറിയാവുന്നതുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് യുവർ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫോർ എ ഗിവൺ മെറ്റീരിയൽ, Young's modulus of elasticity E is equal to 200 giganewton per meter square and modulus of rigidity G is equal to 80 giganewton per meter square. Then bulk modulus K will be. Bulk modulus K യുടെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിത് ബേസിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് അറിയാമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇവിടെ 3 ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ആണ് വന്നിരിക്കുന്നത്. ഒന്ന് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ, രണ്ടാമത്തത് മോഡുലസ് ഓഫ് റിജിഡിറ്റി ജി, ആൻഡ് മൂന്നാമത്തത് ബൾക്ക് മോഡുലസ് കെ. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാമെങ്കിൽ, മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാമെങ്കിൽ, രണ്ടെണ്ണം അറിയാമെങ്കിൽ ഒരെണ്ണം അൺനോൺ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ നമുക്ക് റിലേഷൻഷിപ്പ് നോക്കാം. So നമ്മുടെ റിലേഷൻഷിപ്പ് is equal to E is equal to 9 kg divided by 3k plus g. ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇയുടെ വാല്യൂ 200 ആണ്. സോ 200 is equal to 9k into 200, k അറിയത്തില്ല, ഡിവൈഡഡ് ബൈ 3k plus 8. ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിൽ നിന്ന് എന്താണ് സോൾവ് ചെയ്തെടുക്കേണ്ടത്? കെ ആണ് സോൾവ് ചെയ്തെടുക്കേണ്ടത്. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 600k പ്ലസ് 16,000 is equal to ഓക്കെ. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്തെടുക്കുമ്പോൾ 133.33 ജിഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന ആൻസർ വരും. ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. സോ വാട്ട് ഇസ് ദ ആൻസർ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 133.33 ജിഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An infinitely rigid weightless beam of span 2 meter is supported in horizontal position by rods at each end. At one end, the support is 2 meter long, steel with cross section 100 mm square, and at the other end, the end is 1 meter long with aluminum with cross section 200 millimeter square. If E of steel is 200 gigapascal and that of aluminum is 100 gigapascal, what should be the position of a force P from the steel rod side so that the beam remains horizontal? നല്ലൊരു ക്വസ്റ്റൻ ആണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഫിനിറ്റ്ലി റിജിഡ് വെയ്റ്റ്ലെസ് ബീം ഉണ്ട്. അതിന്റെ സ്പാൻ എത്രയാണ്? 2 മീറ്റർ ആണ്. ഓക്കെ, is supported in horizontal position by rods. രണ്ട് റോഡ്സിന്റെ സഹായത്തോടു കൂടി ഹൊറിസോണ്ടൽ പൊസിഷനിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അറ്റ് വൺ എൻഡ് ദ സപ്പോർട്ട് ഇസ് 2 മീറ്റർ ലോങ്. ഒരു എൻഡിൽ സപ്പോർട്ട് 2 മീറ്റർ ലോങ് ആണ്. ആൻഡ് അവിടെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സ്റ്റീലാണ് വിത്ത് ക്രോസ് സെക്ഷണൽ ഏരിയ 100 millimeter സ്ക്വയർ. ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ നമ്മൾ എന്താണ് 1 മീറ്റർ ലോങ് അലൂമിനിയം ആണ് ഉപയോഗിക്കുന്നത് വിത്ത് ക്രോസ് സെക്ഷണൽ ഏരിയ 200 millimeter സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഇ ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട്, ഇ ഓഫ് അലൂമിനിയം തന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റീൽ സൈഡിൽ നിന്നൊരു ഫോഴ്സ് പി കൊടുക്കുന്നു. ആ പി എന്താ പറയുക, അത് പ്രവർത്തിക്കുന്ന കാരണം ഈ ഒരു ബീം ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ ഫോഴ്സസ് ഇൻ ദീസ് 2 റോഡ്സ് P1 ആൻഡ് P2? P1 ഉം P2 ആണ് രണ്ട് റോഡ്സിലുള്ള ഫോഴ്സസ് എങ്കിൽ എന്താണ് അവയുടെ നേച്ചർ? ഫോഴ്സസ് ഓൺ ബോത്ത് റോഡ്സ് ആർ ഈക്വൽ. ഫോഴ്സസ് ഓൺ അലൂമിനിയം റോഡ് ഷുഡ് ബി ട്വൈസ് ദാറ്റ് ഓഫ് സ്റ്റീൽ. ഫോഴ്സ് ഓൺ സ്റ്റീൽ റോഡ് ഷുഡ് ബി ട്വൈസ് ദാറ്റ് ഓഫ് അലൂമിനിയം. അൺപ്രഡിക്റ്റബിൾ. ഇങ്ങനെ നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. സോ നമുക്ക് നോക്കാം. നമുക്കറിയാം ഈ സ്റ്റീൽ റോഡ് ഹൊറിസോണ്ടലായിട്ട് നിൽക്കണമെങ്കിൽ എന്താണ് ഈ രണ്ടെണ്ണത്തിലുമുള്ള, അതായത് രണ്ട് സപ്പോർട്ടിലുള്ള ഇലോങ്ങേഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതായത് ഇലോങ്ങേഷൻ ഓൺ സ്റ്റീൽ ഷുഡ് ബി ഈക്വൽ ടു എന്താണ്? ഇലോങ്ങേഷൻ ഓൺ
അലൂമിനിയം. ഇതാണ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇലോങ്ങേഷൻ ഫസ്റ്റ് ഇതിലുള്ള ലോഡ് P1 ആണ്, ലെങ്ത് L1, അതായത് നമുക്ക് തന്നിട്ടുണ്ട് E1 A1 is equal to P2 L2 by A2 E2. ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ലെങ്ത് ഫസ്റ്റ് കേസിൽ 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ P1 into 2 ഡിവൈഡഡ് ബൈ ഇയുടെ വാല്യൂ സ്റ്റീലിന് എത്ര ആണ്, നമുക്ക് ഇറ്റ് ഇസ് ഗിവൺ ആസ് 200 gigapascal. 200 into A1 is 100 is equal to P2 into length 1 meter ആണ് ഡിവൈഡഡ് ബൈ E of aluminum 100 ആണ് into area is 200. So denominator രണ്ടും ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 2P1 is equal to P2 എന്ന് കിട്ടും. അതായത് നമുക്ക് P1 എന്ന് പറഞ്ഞ ആര് സൈഡാണ്, സ്റ്റീലിന്റെ സൈഡിലാണ്. അപ്പൊ സ്റ്റീലിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ട്വൈസ് ആണ് എന്ത്, അലൂമിനിയം. ഫോഴ്സ് ഓൺ അലൂമിനിയം റോഡ് ഷുഡ് ബി ട്വൈസ് ദാറ്റ് ഓഫ് സ്റ്റീൽ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരാം. ഓക്കെ, ഇവിടെ ബാർ ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കണമെങ്കിൽ എന്ത് വേണം, നമുക്ക് നമ്മുടെ എലോങ്ങേഷൻ ഓൺ ദ ബോത്ത് ദ ബാർസ് ഷുഡ് ബി ഈക്വൽ. എലോങ്ങേഷൻ രണ്ടും ഇക്വേറ്റ് ചെയ്താണ് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A prismatic bar with rectangular cross section 20 mm by 40 mm length and length 2.8 is subjected to an axial tensile force of 70 kilonewton. The measured elongation is 1.2 mm. What will be the strain? Measured elongation 1.2 mm ആണെങ്കിൽ സ്ട്രെയിൻ എത്രയാണ്? ബാക്കി പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? പ്രിസ്മാറ്റിക് ബാർ ആണ്, അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആക്സിയൽ ഫോഴ്സും തന്നിട്ടുണ്ട്, മെഷേർഡ് ഇലോങ്ങേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, സ്ട്രെയിൻ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്, വെറുതെ കുറെ വാല്യൂസ് തരും, അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എന്താണ്, ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ചേഞ്ച് ഇൻ ലെങ്ത് എലോങ്ങേഷൻ എത്രയാണ്, നമുക്ക് 1.2 mm ആണ്, ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് 2.8 മീറ്റർ ആണ്. സോ 2.8 into 1000. സോ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് 4.28 into 10 raised to minus 4 ആണ്. അല്ലെങ്കിൽ നമുക്ക് 0.428 into 10 raised to minus 6. നമുക്ക് 428 into 10 raised to minus 6. നമുക്ക് ഓപ്ഷൻ എ ആണ് ഏറ്റവും അടുത്തായിട്ടുള്ള ആൻസർ. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. 420 into 10 raised to minus 6 ആണ് നമ്മുടെ സ്ട്രെയിൻ. അടുത്ത ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ ആൻഡ് എൻ ഇസ് ഗിവൺ ബൈ. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, യങ്സ് മോഡുലസ് ആണ്. എൻ എന്ന് പറഞ്ഞാൽ റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ ഷിയർ മോഡുലസ്. ഇപ്പോൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഇ ഈസ് ഈക്വൽ ടു എന്താണ് നമ്മുടെ റിലേഷൻഷിപ്പ്, 2n into 1 plus mu. 2g into 1 plus mu എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകും. എന്തായാലും ഇതാണ് റിലേഷൻഷിപ്പ്. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോപ്പർട്ടി ബൈ വിച്ച് the property by virtue of which certain material return back to the original position after the removal of external forces. External forces റിമൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ചില മെറ്റീരിയൽസ് അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തുന്ന ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയും. ഇറ്റ് ഇസ് കോൾഡ് ആസ് പ്ലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിക് ലിമിറ്റ്, നൺ ഓഫ് ദീസ്. എന്താണ് കറക്റ്റ് ആൻസർ? ഇറ്റ് ഇസ് ഇലാസ്റ്റിസിറ്റി. അത് തിരിച്ച് അതിന്റെ പഴയ പൊസിഷനിലേക്ക് പോകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക്. ഓക്കെ, അടുത്തത്, സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ എ മെമ്പർ ഇസ് ഗിവൺ ബൈ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു വോളിയം, ഹാഫ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം, ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം, ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ.
ആൻസർ അറിയാവുന്നവരുണ്ടെങ്കിൽ പറയാം. Yes, half into stress into strain into volume, option C. Next question. A 2-meter long bar of uniform section extends 2 mm under limiting axial stress of 200 Newton per mm square. What is the modulus of resilience of the bar? Modulus of resilience of the bar ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്താണ്, ഒരു 2 meter ലോങ് ബാർ ഉണ്ട്, അതൊരു യൂണിഫോം സെക്ഷൻ ആണ്, 2 mm എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, ആക്സിയൽ സ്ട്രെസ് 200 Newton per mm square ആകുമ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് റെസീലിയൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മോഡുലസ് ഓഫ് റെസീലിയൻസ് ഇസ് ഈക്വൽ ടു എന്താണ്, നമുക്ക് സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം. സോ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ വോളിയം. വോളിയം ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. ഹാഫ് ഇൻറ്റു സ്ട്രെസ് എത്രയാണ്, 200 ഇൻറ്റു സ്ട്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ചേഞ്ച് ഇൻ ലെങ്ത് 2 mm ആണ്, ഒറിജിനൽ ലെങ്ത് 2 ആണ്. സോ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 meter, that is 2000 millimeter. So എത്ര വരും നമുക്ക് ആൻസർ, സോറി ഇവിടെ 200 ആണ്, 200 Newton per mm square ആണ്, ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ, so we get the answer as 0.10 unit. 0.10 യൂണിറ്റ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A rectangular block of size 200 mm by 100 mm by 50 mm is subjected to a shear stress of 500 kg per centimeter square. The modulus of rigidity of the material is 1 into 10 raised to 6 kg per centimeter square. The strain energy stored will be. റെക്ടാങ്കുലർ ബ്ലോക്ക് ഉണ്ട്, അതിന്റെ സൈസ് തന്നിട്ടുണ്ട്, അത് വിധേയമായിട്ടുള്ള ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്, മോഡുലസ് ഓഫ് റിജിഡിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിൻ എനർജി ഇസ് ഈക്വൽ ടു എന്താണ്, നമ്മുടെ ടോ സ്ക്വയർ വി ബൈ 2g. ഇതാണ് സ്ട്രെയിൻ എനർജി എക്സ്പ്രഷൻ. ഓക്കെ, സോ നമുക്ക് ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂ എത്രയാണ്, 500. സോ 500 സ്ക്വയർ ഇൻറ്റു വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പാരാമീറ്റേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. 200 by 100 by 50 divided by 2 into g the value 1 into 10 raised to 6. So നമുക്ക് ആൻസർ കിട്ടും 125 kilogram centimeter. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് E is equal to 2.06 into 10 raised to 5 Newton per mm square, an axial pull of 60 kilonewton suddenly to a steel rod 50 mm in diameter and 4 meter long, it causes an instantaneous elongation of the order of. സഡൻലി നമ്മളൊരു ആക്സൽ പുള്ള് കൊടുക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇലോങ്ങേഷൻ എത്രയാണ്? കമന്റ് ചെയ്തോളൂ ആൻസർ അറിയാമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ്. സോ എലോങ്ങേഷൻ ഡ്യൂ ടു ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്. ഗ്രാജുവലി അപ്ലൈ ചെയ്യുന്ന ലോഡ് കാരണമുള്ള എലോങ്ങേഷൻ്റെ എക്സ്പ്രഷൻ എന്താണ്? PL/AE ആണ്. ഇനി സഡൻലി ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, സഡൻലി അപ്ലൈഡ് ലോഡ് ആണെങ്കിൽ
2PL/AE ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സഡൻലി ആണ് കൊടുക്കുന്നത്. സോ നമുക്ക് ഡെൽറ്റ എന്ത് വരും? 2 × 60 × 10⁻³ ഇൻറ്റു 4 ആണ്. സോ 4000 മില്ലിമീറ്ററിലേക്ക് മാറ്റി. 2 ഇൻറ്റു ഏരിയ നമുക്കിവിടെ ബൈ AE ആണ്. ബൈ 2 ഇൻറ്റു ഇല്ല, ബൈ 5/4 ഇൻറ്റു ഡയമീറ്റർ 50² ഇൻറ്റു ഇയുടെ വാല്യൂ 2.06 ഇൻറ്റു 10⁻⁵. $11.9 ഉണ്ട്, ഓപ്ഷനിൽ 1.19 ഉണ്ട്. നോക്കി എഴുതണം. ആൻസർ കിട്ടുക 1.19 mm ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A mild steel bar is in 2 parts having equal length. The area of cross section of part 1 is double that of part 2. The bar carries an axial load P. Then the ratio of elongation in part 1 to that of part 2. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു സ്റ്റീൽ ബാർ ഉണ്ട്, ഈക്വൽ ലെങ്ത്തിലാണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് പാർട്ടിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇസ് ഡബിൾ ദാറ്റ് ഓഫ് സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എ ആണെങ്കിൽ ഫസ്റ്റ് പാർട്ടിന്റെ ട്വൈസ് ആണ്. ദ ബാർ ക്യാരീസ് ആൻ ആക്സൽ ലോഡ് പി. ഇങ്ങനെ ഒരു ആക്സൽ ലോഡ് പി ഉണ്ടെങ്കിൽ എലോങ്ങേഷൻ ഇൻ പാർട്ട് 1 ടു ദാറ്റ് ഓഫ് പാർട്ട് 2 ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് റേഷ്യോ ഓഫ് എലോങ്ങേഷൻ ഇൻ പാർട്ട് 1 ടു ദാറ്റ് ഓഫ് പാർട്ട് 2? ഇതിൽ ദിസ് ഇസ് ദ പാർട്ട് 1 ആൻഡ് ദിസ് ഇസ് ദ പാർട്ട് 2. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. PL/AE ആണ്. PL/A1 E1 ഡിവൈഡഡ് ബൈ പി ഒക്കെ കോമൺ ആണ്, ലെങ്ത് കോമൺ ആണ്, ഏരിയ വ്യത്യാസമുണ്ട്. നമുക്കിതെല്ലാം ക്യാൻസൽ ചെയ്ത് എന്ത് മനസ്സിലാവും? ഇസ് ഈക്വൽ ടു A2/A1. A2/A1. A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് A ആൻഡ് A1 എന്ന് പറഞ്ഞാൽ 2A. ദാറ്റ് ഇസ് നമുക്ക് ക്യാൻസൽ ചെയ്ത റേഷ്യോ എത്ര വരും? 1/2. ഓപ്ഷൻ സി വരും. അപ്പോൾ 2 ഉണ്ട് ആൻസറിൽ, 1/2 ഉണ്ട്. ആൻസർ എന്താ കറക്റ്റ്? ഇറ്റ് ഇസ് 1/2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A cylindrical bar of 20 mm diameter and 1 meter length is subjected to a tensile test. Its longitudinal strain is 4 times that of lateral strain. If E is equal to 2 × 10⁵ Newton per mm², then its modulus of rigidity will be. Longitudinal strain എന്ന് പറയുന്നത് 4 times lateral strain ആണ്. Therefore mu is equal to എന്ത് വരും? നമുക്ക് 1/4 ആണ്. മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എത്രയാണ്? 2 × 10⁵. That is E is equal to 2g × 1 + mu. 2 × 10⁵ is equal to 2g × 1 + 1/4. 1.25 × 2. So G the value ചെയ്യുമ്പോൾ you will get as 0.8 × 10⁵ Newton per mm². Option D. അടുത്ത ക്വസ്റ്റ്യൻ. A mild steel rod tapers from uniformly from 30 mm diameter to 12 mm diameter in a length of 300 mm. The rod is subjected to an axial load of 12 kN. E is equal to 2 × 10⁵ Newton per mm². What is the extension of the rod in mm? ടേപ്പർ ചെയ്യുവാണ്. 30 mm നിന്ന് 12 mm മാറുന്നു. ഓവറോൾ ലെങ്ത് ഓഫ് 300 mm. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ്റ്റൻഷൻ ഓഫ് ദ റോഡ് ഇൻ mm. ഓക്കെ, സോ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എന്താണ്? 4PL/5 D1 D2E.
that is 4 into 12 into 10 raised to 3 into 300 divided by pi into d1 30 d2 12 into യുടെ വാല്യൂ 2 into 10 raised to 5 ന്യൂട്ടൺ. ഈ ഫോർമുലാസ് പഠിച്ചു വെക്കണം, ചിലപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് കിട്ട ആൻസർ 1/5 പൈ ആണ് കേട്ടോ വരെ. ഓപ്ഷൻ ഡി 1/5 പൈ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ടെൻസൈൽ സ്ട്രെസ് when the material is stressed beyond elastic limit, the tensile strain as compared to the stress. ടെൻസൈൽ സ്ട്രെയിൻ ടെൻസൈൽ സ്ട്രെസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം? ഡിക്രീസസ് സ്ലോലി, ഇൻക്രീസസ് സ്ലോലി, ഡിക്രീസസ് മോർ ക്വിക്ലി, ഇൻക്രീസസ് മോർ ക്വിക്ലി. എന്താണ് ആൻസർ വരിക? പെട്ടെന്നാണ് കൂടുക അല്ലേ? ഓപ്ഷൻ ഡി ഇൻക്രീസസ് മോർ ക്വിക്ലി. അടുത്ത ക്വസ്റ്റ്യൻ, an orthotropic material has non-homogeneous properties, inelastic properties, different properties in 3 perpendicular direction, same properties in orthogonal directions. എന്താണ് ആൻസർ? ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. ഓർത്തോട്രോപ്പിക് ആണ്. സോ ഓർത്തോ 3 ഡയറക്ഷൻ, 3 പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ 3 ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് യങ്സ് മോഡുലസ് വേരി വിത്ത് ടെമ്പറേച്ചർ? വിൽ ഇൻക്രീസ്, വിൽ നോട്ട് ചേഞ്ച്, വിൽ ഡിക്രീസ്, നൺ ഓഫ് ദി അബവ്. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ എക്സ്പ്രഷൻ എന്താണ്. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? യങ്സ് മോഡുലസ് എങ്ങനെ ചേഞ്ച് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ ഡിഗ്രി സെൽഷ്യസിലുള്ള സ്ട്രെയിൻ ആണ്. സോ സ്ട്രെയിൻ ഫോർ ടി ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ആണ് നമ്മുടെ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ആൽഫ ഡെൽറ്റ ടി. കാര്യം എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇതിൽ നിന്ന് സ്ട്രെസ് കണ്ടുപിടിക്കും. സോ ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക സ്ട്രെയിന്. ഓക്കെ, സോ ദിസ് ഇസ് ആർ എക്സ്പ്രഷൻ. ഇനി നമുക്ക് എന്താണ് ഇ എങ്ങനെ ചേഞ്ച് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ആൽഫ ഡെൽറ്റ ടി. അതായത് ഇ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് പറ്റും നമുക്ക്? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇറ്റ് വിൽ ഡിക്രീസ്. ഓപ്ഷൻ സി. Next question, a simply supported beam of 4 meter length is subjected to a UDL of 4 kilonewton per meter. The maximum bending moment at the center. Simple question ആണ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്, 4 മീറ്റർ ആണ് അതിന്റെ ലെങ്ത്. It is subjected to a UDL of 4 kilonewton per meter. Bending moment at the center. WL square by 8. That is 4 into 4 square by 8. 32 kilonewton meter. Option D. സോറി 32 അല്ലല്ലോ വരും. WL സ്ക്വയർ ബൈ 8 ആണ് അല്ലേ? W എന്ന് പറഞ്ഞാൽ 4 ആണ് ഇൻറ്റു 4 സ്ക്വയർ ബൈ 8. സോ 4 ഇൻറ്റു 16 by 8. 8 to 6, that is 8 kilonewton meter. Option C. Next question, the number of equations to be used for finding the resultant of a general force system. ഒരു ജനറൽ ഫോഴ്സ് സിസ്റ്റത്തിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ എത്ര നമ്പർ ഓഫ് ഇക്വേഷൻസ് വേണം? നമുക്കറിയാം നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഏതൊക്കെയാണ്? സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0, സിഗ്മ എം ഇസ് ഈക്വൽ ടു 0. സോ എത്ര ഇക്വേഷൻസ് വേണം? ഓപ്ഷൻ 3 ഡി. A simply supported beam of 4 meter length is subjected to a UDL of 2 kilonewton meter. The maximum shear force at the support.
നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിനകത്ത് ഒരു UDL ആണുള്ളത്. ആ UDL ഇന്റൻസിറ്റി എത്രയാണ്? 2 kN ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം UDL എത്രയാണ്? 2 kN/m. ഓക്കെ, അത്ര UDL ഉണ്ട്. നമുക്ക് മാക്സിമം ഷിയർ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോൾ നമ്മുടെ ഷിയർ ഫോഴ്സ് വേരിയേഷൻ എങ്ങനെ വരിക? ഇങ്ങനെ വരിക. ഓക്കെ, അതായത് ഇവിടെ 0 ആയിരിക്കും. നമുക്ക് മാക്സിമം ആണ് വേണ്ടത്. മാക്സിമം കണ്ടുപിടിക്കുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇവിടെ RA ആണ്. സോ RA is equal to RB is equal to W ആണ്, L ആണ്. അപ്പോൾ എന്താ വരിക? W into L/2. That is 2 into 4/2. 4 kN. Option A. Next question, consider the following statements. If a simply supported beam of cross-sectional uniform cross-section is subjected to a clockwise moment at the left support and an equal counterclockwise moment at the right support, the BMD will be a rectangle, shear force will be a straight line coinciding with the base, deflection curve will be in the shape of a circular arc. Which of the statement is correct? 1, 2 and 3 are correct. 1 and 2 are correct. 1 and 3 are correct. 2 and 3 are correct. സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സപ്പോർട്ടിൽ ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് സ്ഥലത്ത് നമുക്ക് എന്താണ്? ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ്, അതേ സെയിം മാഗ്നിറ്റ്യൂഡുള്ള. എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് കറക്റ്റ്? സോ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും, ഇതുപോലെ പോസിറ്റീവ് വാല്യൂ BMD. Okay, എന്താ ചോദിച്ചിരിക്കുന്നത്? ഷിയർ ഫോഴ്സ് ഡയഗ്രാം will be a straight line coinciding with the base. BMD will be a rectangle. Deflection curve will be in the shape of a circular arch. എന്താ നമുക്ക് പറഞ്ഞേക്കുന്നത്? നമ്മുടെ ഇക്വേഷൻ M/I is equal to E/R ആണ് ബെൻഡിങ് ഇക്വേഷൻ. ഇതിൽ നമുക്ക് കർവേച്ചർ എന്ന് പറഞ്ഞാൽ 1/R ആണ്. ദറ്റ് ഇസ് M/EI ആണ്. ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ ഈ 1/R കർവേച്ചർ. നമുക്ക് ഈ വാല്യൂ, അതായത് നമുക്ക് കോൺസ്റ്റന്റ് മൊമെന്റ് ആണ്, അതായത് എമ്മിന്റെ വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. എം കോൺസ്റ്റന്റ് ആകുമ്പോഴത്തേക്ക്, അല്ലെ ബെൻഡിങ് മൊമെന്റ് ആയെങ്കിലും നമുക്ക് കോൺസ്റ്റന്റ് ആണ്, എം കോൺസ്റ്റന്റ് ആണ്. എം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഇയും ഐയും എല്ലാം എന്ത് തന്നെയാണ്? കോൺസ്റ്റന്റ് ആണ്. സോ 1/R എന്ന് പറയുന്ന ടേം എന്തായി മാറും? കോൺസ്റ്റന്റ് ആയി മാറും. സോ നമുക്കൊരു കർവിൽ നിന്നുള്ള ഒരു പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ ലോക്കസ് ഓഫ് ദാറ്റ് പോയിന്റ്സ്? ഈ പോയിന്റ്സിന്റെ എല്ലാം ലോക്കസ് എന്തായിരിക്കും? സർക്കിൾ ആയിരിക്കും. സോ 1, 2 and 3 are correct. At the question, a simply supported beam carrying a varying load from 0 at one end and W at the other end. If the length of the beam is A, then the shear force will be 0 at a distance of least loaded point. നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ഒരു ഭാഗത്ത് ലീസ്ലി ലോഡഡ് ആണ്, ഒരു ഭാഗത്ത് ഇങ്ങനെ ലോഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ 0 ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ 0 ഇൻറ്റൻസിറ്റി ലോഡിങ്ങിൻ്റെ അവിടുന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് നമുക്ക് എന്താണ് ലീസ്റ്റ് ലോഡഡ് പോയിന്റ് അവിടുന്ന്, അല്ലെങ്കിൽ 0 ഇൻറ്റൻസിറ്റി ലോഡിങ്ങിൻ്റെ അവിടുന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ഷിയർ ഫോഴ്സ് 0 ആയിട്ട് മാറുന്നത്? ആക്ച്വലി നമുക്ക് ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷനൊക്കെ എടുത്ത് സോൾവ് ചെയ്യണം, പക്ഷെ നിങ്ങൾ ഇവിടെ വാല്യൂ ഓർത്ത് വെച്ചാൽ മതി. A/√3, ഓപ്ഷൻ സി. A simply supported beam of span L subjected to two point loads of magnitude P at a distance of L/3 from either subject, the maximum bending moment will be. Simply supported beam ആണ്.
അതിൻ്റെ സ്പാൻ L ആണ്. അതിനകത്ത് എന്തുണ്ട്? 2 പോയിന്റ് ലോഡ്സ് at magnitude P at a distance L/3 from either subject. either support ആട്ടോ, സബ്ജക്റ്റ് അല്ല, സപ്പോർട്ട്. L/3 ഡിസ്റ്റൻസിൽ ഓക്കെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെ വരും? ഓക്കെ, ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമോ? ഇപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? L/3 ആണ് കറക്റ്റ് ആൻസർ വരിക. P ഇൻറ്റു L/3 ഡിസ്റ്റൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. An RC beam supported on columns at either end at a clear span of 5 meter and 0.5 meter effective depth. If it carries a total load of 100 kN per meter, the design shear force of the beam. നമുക്ക് ആദ്യം റിയാക്ഷൻ ഓഫ് ദ സപ്പോർട്ട്. മാക്സിമം ഷിയർ ഫോഴ്സ് എവിടെയാണ്? നമ്മൾ നേരത്തെ ഫിഗർ വരച്ചായിരുന്നു. എവിടെയാണ്? സപ്പോർട്ടിൽ അല്ലേ? സോ ഇറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? നമുക്ക് WL/2 വരും. ഓക്കെ, സോ WL/2 is equal to എന്ത് എഴുതാം നമുക്ക്? 100 span into 5 divided by WL/2. Okay, 5 meter depth span, 5.5 meter effective depth ആണ്. സോ 100 into 5.5/2 നമുക്ക് എത്ര വരും? 275 kN. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. Simply supported beam having a span of 3 meter and carrying UDL has a mid span of. ഓപ്ഷൻ ഡി 0 ആണ്. ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ. If the depth of a simply supported rectangular beam is doubled for the same load, then the deflection at the center will be. അടുത്ത ക്വസ്റ്റ്യൻ. The ratio of maximum deflection of a simply supported beam with central load W and that of cantilever of weight of load W at its free end. നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെയും അതുപോലെ തന്നെ കാൻറ്റിലിവർ ബീമിൻ്റെയും എന്താണ് മാക്സിമം ഡിഫ്ലക്ഷൻ റേഷ്യോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? കാൻറ്റിലിവറിലേക്ക് മാറ്റും. കാൻറ്റിലിവർ സെയിം ലെങ്ത് തന്നെയാണ്, ലോഡ് W. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? Y of simply supported beam divided by Y of cantilever. So WL cube divided by 16 EI, WL cube by 3EI. So 1/16. Option D. അടുത്ത ക്വസ്റ്റ്യൻ. ഏരിയ മൊമെന്റ് തിയറം ഇസ് ഓൾസോ നോൺ ആസ് എന്താണ്? മോസ് തിയറം ആണ്. അപ്ലൈ മോസ് തിയറം വി ക്യാൻ ഡിറ്റർമിൻ bending moment, shear force, slope, deflection.
Stop it. അടുത്ത question, using Morse theorem 2, which of the following can be computed? Deflection. Yes. അടുത്ത question, the slope is a parameter of a deformation corresponding to force, moment, horizontal reaction, shear force. The magnitude of shear stress due to a shear force of 80 kN on a rectangular section of 200 mm by 400 mm at the neutral axis. ഞാൻ പറഞ്ഞോളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ വാല്യൂസ് ഓഫ് പ്രിൻസിപ്പൽ സ്ട്രെയിൻസ് ആർ 30 ന്യൂട്ടൺ പെർ mm square and 10 ന്യൂട്ടൺ പെർ mm square. The maximum value of shear stresses. ഷിയർ സ്ട്രെസ്സിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ ആക്ച്വലി എളുപ്പമാണ്. എന്താ ചെയ്താൽ മതി, ഈ രണ്ട് വാല്യൂസ് 30 മൈനസ് 10 ഡിവൈഡഡ് ബൈ 20/2. The answer is option B, 10. Okay, next question നോക്കാം. What is the section modulus of a beam circular in shape with radius r? സെക്ഷൻ മോഡുലസ് ആണ്. Pi d raised to 4/32 ആണ്. So d is equal to r/2. It is pi into r/2 the whole raised to 4/32. Pi r raised to 4 by pi r cube by h. അടുത്ത question, for the strongest rectangular beam cut out from a circular log, the ratio of width and depth is 0.303, 0.404, 505, 707. Answer option D, 707 ആണ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കണം. സ്മോൾ d is equal to √2/3 of d. ഓക്കെ, ഇനി b is equal to d by √3. ഈ റിലേഷൻഷിപ്പും പഠിച്ചു വെക്കാം. അടുത്ത, മാക്സിമം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഷിയർ സ്ട്രെസ് ഡ്യൂ ടു ഷിയർ ഫോഴ്സ് F on a rectangular beam. ഷിയർ ഫോഴ്സ് F on a rectangular beam. റെക്ടാങ്കുലർ ബീം ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറ്റി കാണും, നമുക്ക് by2 എടുത്താൽ മതി.
ആൻസർ പറഞ്ഞേ. 100 ആരും പറയുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് 16 ആണ് ആൻസർ വരുന്നത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് വൺ എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഫ്രീ എ ഹോളം ബക്കിൾസ് ബൈ P1, another column of the same length but same cross section fixed at both ends buckled by P2. Find P1 by P2. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? നമുക്ക് ഫ്രീ കോളം, വൺ എൻഡ് ഫിക്സഡ് ആൻഡ് വൺ എൻഡ് ഫ്രീ. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഫിക്സഡ്, ഫ്രീ. അടുത്ത എഫ് ഉണ്ടോ നോക്കി. എഫ് ഉണ്ട്. സെക്കൻഡ് ലെറ്ററിൽ ഡി ഇല്ല. സോ എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു എൽ ബൈ റൂട്ട്. ഇനി ബോത്ത് എൻഡ്സ് ഫിക്സഡ് ആകുമ്പോഴത്തേക്ക് ഫിക്സഡ് ഫിക്സഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഇത് രണ്ടിന്റെ റേഷ്യോ ആണ് വേണ്ടത് അല്ലേ? സോ നമുക്ക് ഫസ്റ്റ് കേസിൽ പി ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ എഫക്റ്റീവ് സ്ക്വയർ. എൽ എഫക്റ്റീവ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്താ എഴുതാം? എൽ ബൈ ടു ദ ഹോൾ സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് P1 കിട്ടുക 1/4 പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ. അതാണ് എക്സ്പ്രഷൻ വരിക. ഇനി സെക്കൻഡ് കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? P2 എന്ന് പറയുന്നത് P1 ഇത്. P2 ബോത്ത് എൻഡ്സ് ഫിക്സഡ് ആണ്. അപ്പൊ എഫ് എഫ് റൂട്ട് ടു എൽ ബൈ ടു പൈ സ്ക്വയർ ഇ ഐ മിനിമം ഡിവൈഡഡ് ബൈ എൽ ബൈ ടു ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ 4 ഇൻറ്റു പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ. നമ്മളിത് ഓൾറെഡി കണ്ടിട്ടുണ്ടായത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? P2 ഇസ് ഈക്വൽ ടു 4P1 എന്ന് എഴുതാം. 4 into 4 ഉണ്ട്. That is 16P1. So P2 by P1 value is 16, option B. അടുത്ത question, a structural member subjected to compressive stress in a direction parallel to its longitudinal axis. Longitudinal axis ന് parallel ആയിട്ട് കംപ്രഷൻ അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് നേരിടുന്ന സ്ട്രട്ട് പോസ്റ്റ് stanchion, all of these. The moment of inertia I is related to sectional area and radius of gyration. നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താന്ന് വെച്ചാൽ ആറ് വെച്ചിട്ടാണ് അതിന്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? ആർ സ്ക്വയർ എ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the nature of crippling load in a column is tensile load, compressive load, live load, dead load. Compressive load. Column that fails by direct stress is called as. Direct stress ഓട് കൂടി ഫെയിൽ ചെയ്യുന്ന കോളത്തിന് എന്ത് പറയും? ഷോർട്ട് കോളം, ഓപ്ഷൻ എ. The radius of gyration of a rectangular section of depth d and width b from the central axis parallel to the width is equal to. ഓക്കെ, അപ്പൊ നമുക്ക് ഡിയും വിഡ്ത്ത് ബിയും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാമല്ലോ. റേഡിയസ് ഓഫ് ഗൈറേഷൻ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എ. ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ആൻസർ കോളത്തിന്റെ കേസിൽ okay, column fixed ആണ്. Ratio of buckling strength of a column is with fixed ends to that of another column with same dimension and material but with pin end is given by 0.5, 4, 3, 2, 1. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പൊ എന്താ വരിക? റേഷ്യോ ഓഫ് ഓപ്ഷൻ ബി 4. 12 വരും, അപ്പുറത്ത് വീണ്ടും 12 വരും. സോ 4n. Effective length in column is half the actual area when. എപ്പോഴാണ് effective length നമ്മുടെ ആക്ച്വൽ ഏരിയയുടെ ഹാഫ് ആണെന്ന് പറയുന്നത്?
In case of pin-ended column, the critical load is 6 times that of oiler load where X is. ഇതും ഒരു ജനറലൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Yes, option B1. A thin cylinder subjected to 1 meter diameter and 3 meter long has a thickness of 10 mm. It is subjected to an internal fluid pressure of 30 megapascal. The longitudinal stress induced in the cylinder will be. Longitudinal stress ആണ്, therefore PD by 40. So that is 3 ഇല്ലല്ലോ. 3 കൂടെ വരുവാണെങ്കിൽ ആൻസർ 75 megapascal. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Hoop stress is induced within a cylindrical shell due to internal pressure will be tensile, compressive, shear, torsion. ഷിയർ സ്ട്രെസ്സിന്റെ നേച്ചർ എന്താണെന്നാണ് ചോദിക്കുന്നത്. ടെൻഷൻ ആണോ, കംപ്രഷൻ ആണോ, അല്ലെങ്കിൽ ഷിയർ ആണോ, ടോർക്ക് ആണോ? എത്രയാണ് വരുന്നത് ഹൂപ്പ് സ്ട്രെസ്സിന്റെ വാല്യൂ? ഹൂപ്പ് സ്ട്രെസ് എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഇസ് ഓപ്ഷൻ എ, ടെൻസൈൽ ഇൻ നേച്ചർ. ഇപ്പൊ ഇത്രയുമാണ് നമ്മുടെ മോസിന്റെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. കുറച്ച് ദിവസം കൂടിയുള്ള എക്സാമിന് മോസൊക്കെ എല്ലാവർക്കും പഠിച്ചാൽ കിട്ടുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് അതൊന്നും വിട്ട് പഠിക്കരുത്. രണ്ടിടത്ത് നമുക്ക് മോസിന്റെ സിലബസ് പറഞ്ഞിട്ടുണ്ട്. സ്ട്രെസ് സ്ട്രെയിൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് രണ്ടിടത്ത് നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ ആണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ എന്തെങ്കിലും ക്വയറീസ് റിഗാർഡിംഗ് ദി സബ്ജക്ട് പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സബ് എഞ്ചിനീയർ സിവിലിന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടോ എന്തിനെങ്കിലും കുറിച്ചിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ.